അമാലിയ ദൊമോന്തെ ഒരു 8-10 വയസ്സുള്ളൊരു പെൺകുട്ടി. അവൾ ഒരു കാമുകിയാണ്, അല്ലെങ്കിൽ അവൾക്കൊരു കാമുകനുണ്ട്. ആ കാമുകന്റെ പേര് ബോർഹെ മാരിയോ ബെർഗോഗ്ലിയോ. ഈ പേരൊന്നും ഇപ്പം ഇല്ല. നമ്മൾ പേരുകളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ചിത്രത്തിൽ നിന്ന് ആ പെൺകുട്ടി മാഞ്ഞുപോയി, ആ കാമുകി മാഞ്ഞുപോയി. ആ കാമുകൻ ഇന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ അറിയപ്പെട്ടത്, അദ്ദേഹം ഇപ്പം മരണപ്പെട്ടു പോയി, മറ്റൊരു പേരിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ബാല്യകാല കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ അമാലിയയ്ക്ക് ആ കൊച്ചുകുട്ടി എഴുതിയ കത്ത് അവളുടെ അമ്മ പിടിച്ചെടുക്കുകയും അവർ ബന്ധം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഈ കുട്ടി കാമുകിയോട് പറഞ്ഞതാണ്, കത്തിൽ എഴുതി കൊടുത്തതാണ്, ഞാൻ നിന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു ചുവന്ന മേൽക്കൂരയുള്ള വെളുത്ത വീട് വാങ്ങിത്തരാമെന്നാണ്. എന്തായാലും അത് ആ അമ്മയുടെ ഇടപെടൽ മൂലം അതില്ലാതായി. നിന്നെ എനിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വൈദിക പട്ടം സ്വീകരിക്കും എന്നും പറഞ്ഞു. അത് തന്നെയാണ് നടന്നത്. ഇനി ഫ്രാൻസിസ് എന്ന പേരിന് പ്രത്യേകത. ഈ ഫ്രാൻസിസ് എന്ന 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പുണ്യവാന്റെ പേര് ഇന്നേ വരെ ഒരു വൈദികന്മാരും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതൊരു ബാധ്യതയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും ഈ ഫ്രാൻസിസ് എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ബ്രസീലിൽ നിന്നുള്ള ഒരു കർദിനാള് ഇദ്ദേഹത്തെ ആശംസിക്കുന്നതിനിടയിൽ ചെവിയിൽ മന്ത്രിച്ച ഒരു കാര്യമുണ്ട്, പാവങ്ങളെ മറക്കരുതെന്ന്. അപ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല, ഫ്രാൻസിസ് എന്ന പേര് തനിക്ക് സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചു. ഇനി ഒരു കാര്യം, ഈ പേരിൻ്റെ കൂടെ മാർപ്പാപ്പ എന്നോ കർദിനാൾ എന്നോ ഒരു വിശേഷണമില്ലാതെയായിരിക്കും അദ്ദേഹത്തിന് ശവക്കല്ലറയിൽ അത് എഴുതപ്പെടുക. അത് അദ്ദേഹം പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ച അല്ലെങ്കിൽ താല്പര്യപ്പെട്ടുള്ള കാര്യമാണ്. എന്തായാലും പേരുകളെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണം തുടരും. തൽക്കാലം നമസ്കാരം.